ഹായ് അസ്സലാമു അലൈക്കും. സുലു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ബ്രെഡ് പോള തയ്യാറാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 5 കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോള റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ കപ്പിന് തന്നെ 1 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടേൻ്റെ മിക്സൊക്കെ നന്നായിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാക്കണം ബ്രെഡ് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇത് മിക്സിയിൽ വെച്ച് പൊടിക്കൊന്നും വേണ്ട. ഇതിങ്ങനെ തന്നെ അത് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് 5 കഷ്ണം ബ്രെഡും ഞാൻ അതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിന് ശേഷം ഈ മിക്സ് ഒരു സ്പൂണ് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം ഒടിച്ചിങ്ങാനി ഇളക്കണ്ട, വെറുതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം ഞാൻ അടുപ്പത്തൊരു മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂടിൻ്റെ മേലാണ് കേട്ടോ ഞാൻ ഈ ചട്ടി വെക്കുന്നത് ചുടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ വെളിച്ചെണ്ണ പാർന്നങ്ങാനി അതിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ മിക്സ് ഒഴിച്ചതിൻ്റെ ശേഷം ഒന്ന് നിരത്തി കൊടുക്കുക കേട്ടോ. ഒന്ന് സ്പൂണ് വെച്ചിങ്ങാനി ഒരുപോലെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് അടിച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കോല് വെച്ച് ഇതാ കുത്തി നോക്കിയിട്ടൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം മതി വേവാൻ, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.